നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 10-ാം തീയതി, 1200-ാം ആണ്ട് കർക്കിടക മാസം 25-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രവും അവിട്ടം നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രം പ്രഥമയാണ്, അതുപോലെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയ്ക്ക് ഏറ്റവും പ്രാധാന്യം ജ്യോതിഷം ആവിട്ട് നമ്മൾ എന്ത് നോക്കുമ്പോഴും നക്ഷത്ര ദേവനാണ് സൂര്യൻ, പ്രപഞ്ചനാഥനാണ് സൂര്യൻ. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ. സൂര്യൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ആ സൂര്യൻ്റെ ദിവസമാണ്. അപ്പം അന്ന് നമുക്ക് വളരെ ഗുണഫലത്തെ കൊടുക്കുന്ന ഒരു ദിവസമാണ് സൂര്യൻ്റെ ദിവസമായ ഇന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്കിന്ന് സൂര്യൻ്റെ ദിവസമായതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ്, അവധി ദിവസമാണ്. നമുക്ക് ബാക്കി പുറത്തൊക്കെ പോയി ഉള്ള ടെൻഷൻ എല്ലാം കൂടി വീട്ടിൽ വന്ന് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. അന്ന് ദിവസം കൊള്ളൂലെങ്കിലോ വെളിയിലുള്ളതിനേക്കാൾ പ്രശ്നങ്ങൾ വീട്ടിനകത്തുണ്ടാവും, കാര്യങ്ങൾ വഷളാവും, ബന്ധുക്കളുമായിട്ടും വീട്ടിൽ കലഹങ്ങളുണ്ടാവും, പലതരത്തിൽ പ്രശ്നങ്ങൾ നേരിടും. ഇന്നത്തെ ദിവസം അങ്ങനെയല്ല, വളരെ സന്തോഷപ്രദമായ ദിവസമാണ്. സന്തോഷത്തോടു കൂടി കുടുംബസമേതം ഇരിക്കാൻ പറ്റുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ശേഖരിച്ച് സമാധാനത്തോടുകൂടി അടുത്ത ദിവസത്തേക്ക് ഒരാഴ്ചയ്ക്ക് വർക്കിന് ഇറങ്ങാനായിട്ടുള്ള എനർജി സേവ് ചെയ്യുന്ന ദിവസമാണ്. എനർജി നമുക്ക് ചാർജിങ് നടക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. അപ്പോൾ ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ്. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. സാമ്പത്തിക പുരോഗതി, ജോലിയിൽ ഉയർച്ച, മറ്റ് പ്രശസ്തി ഇവയൊക്കെ ഉണ്ടാവും. അതിനൊപ്പം തന്നെ സൂര്യൻ ചൂട് ഗ്രഹമാണ്. കുറച്ച് ടെൻഷനും അലച്ചിലും അസ്വസ്ഥതയും ഉണ്ടാകാൻ ഇടവരും. ഇതൊക്കെ നമ്മളെ പലതരത്തിൽ ബാധിക്കും. അപ്പോൾ അത്രയ്ക്ക് പുരോഗതിയെ, ഉയർച്ചയെ പ്രദാനം ചെയ്യുന്ന അവസ്ഥാവിശേഷത്തെ കൊടുക്കുന്ന ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചൊക്കെ പോകുന്നത് നമുക്ക് ഈ ദോഷങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി ഇറങ്ങണം. കാരണം അവധി ദിവസം ആയതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നത് കുറച്ച് വൈകിയായിരിക്കും. ഇന്ന് കലണ്ടറിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് 4:30 മണി മുതൽ 6 മണി വരെ രാവുകാല സമയം. 4 മണി മുതൽ 6 മണി വരെ അല്ല രാവുകാല സമയം. 4:30 രാവുകാലം തുടങ്ങൂല. രാവുകാല സമയം 5 മണി കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 5 മണി 8 മിനിറ്റ് തൊട്ട് തുടങ്ങും. 6 മണി 48 മിനിറ്റ് വരെ ശരിക്ക് രാവുകാല സമയമുണ്ട്. അതുകൊണ്ട് രാവുകാല സമയം ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ. അല്ലാതെ ഈ 4:30 തൊട്ട് 6 മണി വരെ എന്നും പറഞ്ഞ് ഇറങ്ങരുത്. അതുകൊണ്ട് രാവുകാല സമയം നോക്കി വേണം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റില്ല, വഴി കിടന്ന് അലയും. അതൊന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ഇന്ന് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യത്തിന് നല്ലതല്ല. ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 3 മണി 35 മിനിറ്റ് തൊട്ട് 5 മണി 8 മിനിറ്റ് വരെയും. യമകണ്ഠകാല സമയം വരുന്നത് 12:30 തൊട്ട് 2 മണി 3 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 12 മണി 6 മിനിറ്റ് തൊട്ട് 12:54 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എന്ത് ശുഭകാര്യങ്ങൾക്കും അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് തുനിയുമ്പോഴും നമ്മളിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണം ശ്രദ്ധിച്ചോളുക. റോസ് കളറോ അതുപോലെ താമരപ്പൂവിൻ്റെ കളറോ ചുടുകളിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് നമ്മളിലേക്ക് സൂര്യഭഗവാന്റെ എനർജിയെ വലിച്ചെടുക്കുകയും നമുക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.